ഈ കുട്ടനാട്ടിലും ആറന്മുളയിലും മാത്രമാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റുകാർ കൊയ്യുന്നത്. അങ്ങ് വടക്കൊക്കെ മോദി സാബ് കൊയ്ത് മെതിക്കുകയാണ്. ഏതായാലും മോദി സാബും കൂട്ടരും ഏറെയൊന്നും ആഹ്ലാദിക്കുമെന്ന് പൊളിമിക്സിന് തോന്നുന്നില്ല. അവരെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തി വരുന്നുണ്ട്. പിടിച്ച് കെട്ടിയില്ല എങ്കിൽ രാജ്യം വലിയ ആപത്തിലേക്ക് പോകും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. അണ്ണാരക്കണ്ണനും തന്നാലായത്. ആവുന്നതൊക്കെ എല്ലാവരും ചെയ്യണം. ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യും. അവിടെ മലപ്പുറം മണ്ഡലത്തിനുണ്ടൊരു സ്ഥാനം. അപ്പോൾ ഇന്ന് കേരള മുന്നണിക്കും UDF ഉണ്ടൊരു സ്ഥാനം. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും അതിന് തക്കതായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പറ്റിയ ഒരാളെ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അയക്കാൻ UDF തയ്യാറാകണം. അങ്ങനെയൊരാളായി ഇപ്പോൾ ഈ വിനീതൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിനീതമായ അഭിപ്രായം. അപ്പോൾ തീർച്ചയായും ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നാഷണൽ പൊളിറ്റിക്സിലേക്ക് കണ്ണോടിക്കുമ്പോൾ ആർക്കായാലും ചെയ്യാനുള്ളത്. ഞാനും എൻ്റെ കഴിവിൻ്റെ പരിമിതി അതിനകത്ത് നിന്നുകൊണ്ട് അത് തന്നെ ചെയ്യും. സെക്കുലർ വോയിസസിൻ്റെ ഒപ്പം നിന്ന് ഈ വളർന്നു വരുന്ന ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരായി സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത് മുന്നേറും. അതായത് കുഞ്ഞാപ്പ ജയിച്ച് ദില്ലിയിലെത്തിക്കഴിഞ്ഞാൽ UDFൻ്റെ ദേശീയ ഏകോപന സമിതി രൂപീകരിക്കുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? അവിടെ അവരൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെയൊക്കെ ഒരു മോഡലുണ്ട്. കേരളത്തിലൊക്കെ മതേതര വോയിസസിൻ്റെ മുന്നണി മാത്രമേ ഉള്ളൂ. ഇവിടെ കമ്മ്യൂണൽ വോയിസസ് വേര് പിടിച്ചില്ല. എന്നാലും കുഞ്ഞാപ്പ തന്നെ എത്തിയിട്ട് വേണം ദേശീയ രാഷ്ട്രീയം ശരിയാക്കിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചിലല്ലേ? കേരള സംസ്ഥാന മുസ്ലിം ലീഗ് തന്നെയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എന്നൊക്കെ പരിഹസിക്കാൻ ആളുണ്ടാവില്ലേ? ഈ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ആളുകൾ കൂടുതലല്ലേ ആരാ പരിഹസിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ എങ്ങനെയാണ്? പണ്ട് ബംഗാളിലും പിന്നെ കേരളത്തിലും 2 സംസ്ഥാനത്ത് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് പറയാമായിരുന്നു. ഇപ്പം അവരെക്കാൾ കൂടുതൽ അത് പറയാൻ കഴിയാൻ ഞങ്ങൾക്കാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ഞങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ഞാൻ പറയട്ടെ, ഇതോരോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും സ്വാധീനമുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്. CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും പോലും ഒരു സംസ്ഥാനത്തും കാര്യമായ ഒരു സ്വാധീനവും ഇല്ലാതെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ വലിയ ആളുകളായി നടക്കുന്നവർ പോലും ഉണ്ട്. അത് കറക്റ്റ്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ വലിയ ആളുകളായി നടക്കാൻ അങ്ങനെ സംസ്ഥാനത്തിൽ മൊത്തം സ്വാധീനം വേണം എന്നൊന്നുമില്ല. ചില ജില്ലകളിൽ സ്വാധീനമുണ്ടായാലും മതി. അതുപോട്ടെ, BJPയുടെ ഈ വിജയം എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനെ ഒരു വിജയം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് താൽക്കാലികം ആവാം. അത് ശരി. പക്ഷേ ആ വിജയത്തെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നറിയാനാണ് താല്പര്യം. തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി സമയമെടുത്ത് വരേണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ തന്നെ പല കൃത്രിമവും ആരോപിക്കപ്പെടുന്നുണ്ട്. അത് ആരോപിച്ചത് മായാവതിയല്ലേ? തോറ്റപ്പോൾ തോന്നിയ ന്യായമായിരിക്കില്ലേ? പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ശരി, ദളിത് ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കൊക്കെ വളരെ വലിയ ഹൈ പെർസെൻറ്റേജ് 80-90% വോട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വിജയിച്ചിരിക്കുന്നു. അവിശ്വസനീയമായ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു അബദ്ധം ഏതായാലും മലപ്പുറത്ത് സംഭവിക്കില്ല എന്നുറപ്പാണ്. അവിടെ ഒരു കോണി ചാരി വെച്ചാൽ സുഖമായി കയറിപ്പോകാം. പക്ഷെ മുകളിൽ എത്തിയിട്ടെന്ത് കാര്യം? അവിടെ BJP അടക്കി വാഴുകയല്ലേ? നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മതേതര കക്ഷികളുടെ ഇടയിൽ വരുന്ന ഭിന്നിപ്പാണ് BJPക്ക് ഗുണമാകുന്നത്. എന്നത് അവസാനിക്കുന്നോ അതുവരെ ഉള്ളൂ BJP. അന്ന് തീരും BJP. ആ ഭിന്നിപ്പാണ് ആകെ അവരുടെ കൈമുതൽ. പക്ഷേ ഈ BJPയെ ഇങ്ങനെ എളുപ്പത്തിൽ തീർക്കാമെന്ന് മതേതര കക്ഷികൾക്ക് മനസ്സിലാവണ്ടേ? അതെന്തുകൊണ്ടായിരിക്കാം അവർക്ക് മനസ്സിലാവാത്തത്? ഇങ്ങനെ BJP പോവുകയാണ് എന്നുണ്ടെങ്കിൽ മതേതര കക്ഷികൾക്ക് തീർച്ചയായും ഒരു തോന്നൽ വരും. അവർ റീസണിങ്ങിലേക്ക് വരും, യാഥാർത്ഥ്യബോധത്തിലേക്ക് വരും. അവർ കൂട്ടായ്മ ഉണ്ടാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയം മതേതര ശക്തികളുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. അതിന് ആ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ജയിച്ച് ഡൽഹിയിൽ എത്തണമല്ലോ. അങ്ങോട്ടുള്ള വഴി ആരും മുടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പൊളിമിക്സിന് കഴിയൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇനി അങ്ങോട്ട് മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും
മുസ്ലിം ലീഗിനെ പേടിച്ചേ പറ്റൂ. പട്ടാപ്പകലും മഹിളാ ചന്ദ്രിക തെളിഞ്ഞു. നരേന്ദ്രമോദി പങ്കെടുത്ത സെമിനാറിൽ മുസ്ലിങ്ങളായ ജനപ്രതിനിധികളുടെ ശിരോവസ്ത്രം അഴിപ്പിച്ചില്ലേ, അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുകൂടി നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക് ഈ വെറിയന്മാരുടെ ഭരണകൂടം ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കുമെന്ന രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ ജനരോഷം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത്. നിശ്ചയമായും ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളിൽ നിന്ന് മതേതരത്വത്തിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ ജനകീയ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. നല്ലത്, വളരെ നല്ലത്. ഇങ്ങനെ ആണായും പെണ്ണായും മുസ്ലിം ലീഗ് രംഗത്തിറങ്ങിയിട്ടില്ലെങ്കിൽ UDFന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ്സുകാർക്ക് ഒരു അനുസ്മരണ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ണൂരിലെ കഥ കണ്ടില്ലേ? എൻ രാമകൃഷ്ണന്റെ ഓർമ്മദിനം ആചരിക്കാൻ കോൺഗ്രസുകാർ സ്മൃതി മണ്ഡപത്തിൽ എത്തിയപ്പോൾ കണ്ടതാണിത്. കരിയോയിൽ അഭിഷേകം. ഇനി ഇതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആരെ പിടികൂടുമോ എന്തോ. ഏതായാലും ഇതിനെല്ലാം ഇടയിലും കണ്ണൂരിലെ കോൺഗ്രസുകാർ വീറോടെ പൊരുതുന്നുണ്ട് പരസ്പരം. വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചാരണം നടത്തി KPCC പ്രസിഡന്റ് ആവാൻ നോക്കുന്ന K സുധാകരനെതിരെ ആഞ്ഞടിക്കുകയാണ് P രാമകൃഷ്ണൻ. അടിക്കട്ടെ, ആഞ്ഞടിക്കട്ടെ. അവസാനത്തെ കോൺഗ്രസുകാരനും ചാവുന്നത് വരെ അടിക്കട്ടെ. ഏതായാലും പൊളിമിക്സ് ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.